ഗൗതമും ശ്രേയയും ഒന്നാവാൻ തീരുമാനിച്ചവരായിരുന്നു. അവർ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു മുഹൂർത്തവുമായിരുന്നു അത്. പക്ഷേ വിധി അവരെ വേർപെടുത്തി. എങ്കിലും അവർക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു. അധികം വൈകാതെ തന്നെ ശ്രേയ തൻ്റെ പഴയ ആ ഇഡിയറ്റിനെ കണ്ടുമുട്ടുകയാണ് കേട്ടോ. ആ ഇഡിയറ്റിന് ഉറപ്പുണ്ടായിരുന്നു ശ്രേയയ്ക്ക് തന്നെ മറക്കാനോ വെറുക്കാനോ കഴിയില്ല. ആ പഴയ സ്നേഹം ആ മനസ്സിലുണ്ടെന്ന്. ആ ധൈര്യത്തിലാണ് നമ്മുടെ ഗൗതം ആ ലെറ്റർ നമ്മുടെ ശ്രേയയുടെ കയ്യിലെത്തിച്ചത്. അങ്ങനെ അവർ വീണ്ടും ഒരുമിക്കാൻ തീരുമാനിച്ചു. വിധിയാൽ വേർപെട്ടവർ വിധിയാൽ ഒന്നിക്കാൻ പോവുകയാണ്. അല്ലേലും അതങ്ങനെ തന്നെയാണല്ലോ. യഥാർത്ഥ സ്നേഹം ഒരിക്കലും തോറ്റുപോവില്ല. അങ്ങനെ നമ്മുടെ ഗൗതമും ശ്രേയയും ഒന്നിക്കാൻ തന്നെ തീരുമാനിച്ചു. ശ്രേയയുടെ ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു ശ്രേയയുടെ മറുപടി. അത് ഗൗതമിന് മനസ്സിലാവുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ അവർ വിവാഹിതരാവുകയും ചെയ്തു. വിവാഹശേഷം അധികം വൈകാതെ തന്നെ അവരുടെ ജീവിതം ഒന്നുകൂടി മോടി പിടിപ്പിക്കാൻ ഒരു കുഞ്ഞുണ്ണി കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അവരുടെ കൂട്ടിനെ. ശ്രേയയുടെ അച്ഛൻ ഗൗതമിനോടും തൻ്റെ ചേച്ചിയോടും ചെയ്ത തെറ്റ് ഗൗതമിന് പൊറുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതെന്നും ഗൗതമിൻ്റെ മനസ്സിൽ ഒരു മുറിവായി തന്നെ കിടക്കുന്നുണ്ട്. എങ്കിലും ശ്രേയയുടെ ഇഷ്ടപ്രകാരം ശ്രേയയുടെ അച്ഛൻ്റെ പേരാണ് അവർ ആ കുഞ്ഞുണ്ണിക്ക് ഇട്ടത്. വിവാഹശേഷം ശ്രേയയുടെ വീട്ടിൽ നിൽക്കാമെന്നായിരുന്നു ശ്രേയ ഗൗതമിനോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഗൗതമിന് അത് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. തനിക്ക് അവിടെ ഏറെ നിൽക്കാനൊന്നും കഴിയില്ല. അന്ന് താൻ അവിടെ വന്നത് തൻ്റെ അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം പറയാനും താൻ ഇങ്ങനെയൊരാൾ ഇതോർത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാനുമായിരുന്നു. അങ്ങനെ ഗൗതമ് തന്നെ സ്വന്തമായി ഒരു വീട് പണിയുകയും അവിടെയാണ് ശ്രേയയും കുഞ്ഞും ഗൗതമും ശ്രേയയുടെ അമ്മയെല്ലാം താമസം. എന്തിനും ഏതിനും ശ്രേയയുടെ കൂടെ ഉണ്ടായിരുന്ന ദീപ്തി ഇന്ന് കുടുംബമായി താമസിക്കുകയാണ് കേട്ടോ. ദീപ്തിക്ക് ഒരു മോളാണുള്ളത്. ഭർത്താവും കുഞ്ഞിനുമൊത്ത് ഇന്ന് സന്തോഷമായി ജീവിക്കുകയാണ് ദീപ്തി. രാഗിയും സുധിയും അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ജോലിയും വീടും അവരുടെ സ്നേഹവും എല്ലാം കൂടി ഒത്തൊടുങ്ങിയ ഒരു ജീവിതമാണ് അവരുടേത്. ഇതിനിടയിലും അവർക്കൊരു വിഷമമുണ്ട്. ഇതുവരെയായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ വിഷമം അവർക്ക് ചെറുതൊന്നും അല്ലായിരുന്നു. കാരണം മറ്റുള്ളവർ തൻ്റെ കുഞ്ഞുമായി വരുമ്പോഴും ഇവർ ഇപ്പോഴും തനിച്ചാണ് എന്നുള്ള തോന്നലാണ് അവർക്ക്. എങ്കിലും അവർ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ശ്രേയയുടെ ഫാമിലിയിൽ ഇന്ന് അച്ഛനും അച്ഛമ്മയും ഇല്ല. രണ്ടുപേരും മരണപ്പെട്ടു. ഇന്ന് അമ്മ മാത്രമാണ് ആ വീട്ടിൽ ഉള്ളത്. പക്ഷെ ആ അമ്മയെ അങ്ങനെ ഒറ്റയ്ക്കാക്കാൻ ശ്രേയയും ഗൗതമും സമ്മതിക്കില്ല. അവർ ഇന്ന് നമ്മുടെ ഗൗതമിൻ്റെയും ശ്രേയയുടെയും കൂടെയാണ് ജീവിക്കുന്നത്. അമ്മയ്ക്ക് അവിടെ പരമസുഖമാണ്. ഗൗതം തൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് ശ്രേയയുടെ അമ്മയെയും കാണുന്നത്. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട തനിക്ക് കിട്ടിയ അമ്മയാണ് ശ്രേയയുടെ അമ്മ. അമ്മയ്ക്കും അവിടെ നിൽക്കുന്നതാണ് സന്തോഷവും സമാധാനവും. ഇനി തനിക്കുള്ളത് തൻ്റെ മകനും അതുപോലെ തന്നെ മകളും പേരക്കുട്ടിയുമാണുള്ളത്. അവരോട് കൂടെ ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കണം. എന്നാലും ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ അമ്മയുടെ മനസ്സിലോട്ട് ആ മുന്തിരിപ്പാടവും എല്ലാം കടന്നു വരാറുണ്ട്. കാരണം അമ്മയ്ക്ക് അത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലായിരുന്നു. അവിടുത്തെ ഓർമ്മകളും തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളും അമ്മയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അവിടം അമ്മയ്ക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഒരു ഇടമല്ലായിരുന്നു. എന്നാൽ അമ്മയുടെ മനസ്സറിഞ്ഞ് അമ്മയ്ക്ക് അവിടെയെല്ലാം പോകുന്നതും കാണുന്നതും മനസ്സിന് സമാധാനമാണെന്ന് മനസ്സിലാക്കി തന്നെ തനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം അമ്മയെയും കൊണ്ട് ശ്രേയയും ഗൗതമും കുഞ്ഞും ചേർന്ന് അവിടെ പോകാറുണ്ട്. അതെല്ലാം അമ്മയ്ക്കൊരാശ്വാസമാകുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ട്. എന്നാൽ ഇതിനിടയിലൊന്നും ഗൗതമിന് മറക്കാൻ പറ്റാത്ത മുഖങ്ങളാണ് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും. ഈ ഓർമ്മകൾ ഗൗതമിന് ഇന്നും ഒരു വേദന തന്നെയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുഞ്ഞു മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ള ഒരു വേദനയാണ്. ഇന്ന് താൻ ഇത്രയും വലുതായി ഇത്രയും വലിയ നിലയിലെത്തിയിട്ടും തനിക്ക് അതൊന്നും മറക്കാൻ കഴിയില്ല. കാരണം തനിക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് ഇവരെല്ലാവരും.